ടൈപ്പിംഗ് ആണ്. പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഫിഗ്മയിൽ നമുക്ക് ലൈക്ക് ഒരു ആപ്പിന്റെ വർക്കിംഗ് വർക്കിംഗ് മോഡൽ പോലെ ഉണ്ടാക്കാം. ഞാൻ അന്ന് ആ ടു ഡു ആപ്പൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. സോ അത് എങ്ങനെ ചെയ്യാം, അതിന്റെ ഒരു ബേസിക് എങ്ങനെ ചെയ്യാമെന്ന് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും എന്താ പറയുന്നത്, എഫ് ഞെക്കുക. ഓക്കെ, ഈ എല്ലാവരും ഇവിടെ തന്നെ വരണേ. എന്നെ ഇവിടെ സ്പോട്ട് ലൈറ്റ് മീന്ന് കൊടുക്കുക. ഞാൻ തന്നെ സ്പോട്ട് ലൈറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും എൻ്റെ ഈ പേജിലേക്ക് വരണം. ഓക്കെ, ഇവിടെ 6 പേര് എത്രയുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വാ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ആദ്യം ഒരു സ്ക്രീൻ എടുക്കുകയാണ്. ഐഫോൺ 14 പ്ലസിൻ്റെ സ്ക്രീൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ സ്ക്രീൻ വീതം ഇതിൻ്റെ താഴെയായിട്ട് എന്താ വെച്ചോ. ലൈക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീൻ എഫ് ഞെക്കിയിട്ട് എൻ്റെതെടുക്കരുത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത് എടുക്കണം. ഓക്കെ, നിങ്ങളെല്ലാവരും ഓരോ ഇത് ഇതേപോലെ ചെയ്യും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താലും മതി. ആൻഡ് അതിൽ നിങ്ങളുടെ പേര് എഴുതിക്കോ. ലൈക്ക് അതിനെ റീനെയിം ചെയ്തിട്ട് നിങ്ങളുടെ പേര് അതിലേക്ക് എഴുതിക്കോ. ഓക്കെ, ഓക്കെ. ഇനി ഇതില് നമ്മളൊരു എന്താ പറയുന്നത്, ഒരു റെപ്രസെന്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ലൈക്ക് ഫുൾ യു ഐ ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് ഒരു ചെറിയ വയർ ഫ്രെയിം പോലെ, ഒരു ലോ ഫിഡലിറ്റി വയർ ഫ്രെയിം പോലെ നമ്മൾ ചെയ്യുക. സോ ഇതിന്റെ ടോപ്പിൽ ഒരു ഹെഡർ സെക്ഷൻ, അത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു റെക്ടാങ്കിൾ, അത് കൺട്രോൾ ഡി ചെയ്തിട്ട് നമ്മൾ താഴോട്ട് കൊണ്ടുവരികയാണ്. ഇത് നമ്മുടെ ടൂൾ ബാർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാബ് ബാർ എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ഇതെല്ലാവരും ചെയ്തോ. ഓക്കെ, എല്ലാവരും ഒരു താഴെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ 2-3 സ്ക്രീൻസ് നമുക്ക് വെക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ബൈ സൈഡ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത സ്ക്രീൻ എനിക്ക് വെക്കണമെങ്കിൽ ഭദ്രയുടെ താഴോട്ട് പോകേണ്ടി വരും. അങ്ങനെ അല്ലെ ഞാൻ മുകളിലോട്ട് പോക്കേണ്ടി വരും. ഓക്കെ, എല്ലാവരും ഈ റെക്റ്റാങ്കിൾ വരച്ചോ. ഈ 2 റെക്റ്റാങ്കിൾ വരച്ചിട്ട് മേളിൽ ജസ്റ്റ് അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡറിനും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നുമില്ല. ലൈക്ക് നമ്മുടെ മേളിൽ എല്ലാ ആപ്പിലും എന്താ ഒരു ലോഗോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മെനു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. സോ അതിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണിത്. ഓക്കെ, അടുത്ത് താഴെ ഇത് വേണ്ട, സോറി, ഇവിടെ നമുക്ക് റിയൽ ഐക്കൺസിനെ റെപ്രസെന്റ് ചെയ്ത് വെക്കാം. സോ ഓ ഞെക്കിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സർക്കിൾസ് വരയ്ക്കുക. ഓക്കെ, ഞാൻ സർക്കിൾസിന്റെ കളർ ഒരു ഇച്ചിരി ഡാർക്ക് ആക്കുക. ഇത്രയും ഡാർക്ക് ആക്കണ്ട. ഓക്കെ, ഈ ഒരു ഷെയ്ഡിൽ വെച്ചാൽ മതി. ആൻഡ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ആൻഡ് ഇതുപോലത്തെ 3 നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇത് 3 സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഇത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇത്രയും ചെയ്ത ആൾക്കാരുണ്ടോ? നിങ്ങൾ ഫ്രെയിമിന്റെ സൈസ് കൂട്ടും കുറയ്ക്കുകയൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ അത് ഇഷ്യൂ ആകും. ഇപ്പോഴേ നിങ്ങൾ ഇത്രയും വലിയ ഫ്രെയിം വരച്ച് വെക്കണ്ട. ഓക്കെ, ഈ ഒരു
ഇത് ഏത് സൈസാണിത്? ഈ ഫ്രെയിം സൈസ് മാറ്റണ്ട. കാരണം ആഹ്, എന്താ പറയുന്നത്, നമ്മൾ ഇതിൽ പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഓരോ സെറ്റിങ്സും ഉണ്ട്. എത്ര സൈസ് പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പം നമ്മൾ മാറ്റുവാണെങ്കിൽ അത്, അന്ന് ഞാൻ പറഞ്ഞു ചില വെബ്സൈറ്റ് ഒക്കെ ഇങ്ങനെ ഓഞ്ഞിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഓഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഫ്രെയിം സൈസ് വെച്ച് മെസ്സപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ ഓക്കെ, അഞ്ജലി RS ചെയ്തു. ഓക്കെ, ഭദ്ര ചെയ്തു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമിന ചെയ്തു. ഓക്കെ. ഓ സർക്കിൾ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഹെക്സഗൺ ആയിരിക്കും. ഞാൻ ഹെക്സഗൺ എങ്ങനെ വരച്ചു എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. ഇത് ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ മതി, ഇത് ശരിയാവും. ഭദ്ര. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി ഒന്നുകൂടെ പറയണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ. ഇനി ചെയ്തോ. അത് ഫ്രണ്ടിലോട്ട് വരണമെങ്കിൽ ഇത് എന്താ, ഈ സ്ക്വയർ ബ്രാക്കറ്റ് നിൽക്കാം. ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്താൽ മതി. ഇതിൻ്റെ സപ്പോസ് നിങ്ങൾ ഇത് പുറകിലാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഓക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. വേണ്ട, ഇതിൽ കാണിക്കില്ല. ഓക്കെ, ഇത് പോയി. ഓക്കെ, ഇത് പോയി, കണ്ടോ? പിന്നെ ഫ്രണ്ടിലോട്ട്. ഓക്കെ, എന്തല്ലേ? ഓക്കെ, സോ ഇത് നിങ്ങളിവിടെ സർക്കിൾ വരയ്ക്കുമ്പോൾ വരുന്നില്ലെങ്കിൽ ഒന്നുമില്ല, സ്ക്വയർ ബ്രാക്കറ്റ്, ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുന്ന മതി, വരും. ഓക്കെ, തിങ്ക് 2-3 പേരൊക്കെ ചെയ്തു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പം ഒരു പ്രോട്ടോടൈപ്പിൽ ഏകദേശം 2-3 കമ്പോണൻസ് ആണ് എപ്പോഴും കോറായിട്ട് വരുന്നത്. ഒന്ന് വെർട്ടിക്കൽ സ്ക്രോള്, പിന്നെ ഒന്ന് ഹൊറിസോണ്ടൽ സ്ക്രോൾ, പിന്നെ ഒരു മോഡൽ പോലെ വരുന്നത്. മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഐക്കൺ ഞെക്കുമ്പോഴത്തേക്കും പിന്നെ എന്താ, ഒരു നോട്ടിഫിക്കേഷൻ പോലെ പോപ്പപ്പ് വരുന്നതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് നമ്മൾ ഏതെങ്കിലും ഐക്കൺ ഞെക്കുമ്പോഴത്തേക്കും വേറൊരു സ്ക്രീനിലോട്ട് പോകുന്നു. അതൊക്കെ ആയിരിക്കും എല്ലാ ആപ്പിലും ഉണ്ടാകുന്നത്, ഒരു ബേസിക് ആയിട്ട്. ഓക്കെ, സോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുന്നത്, ഒരു ബേസിക് വയർ ഫ്രെയിം ഉണ്ടാക്കാം. സോ ഞാൻ ഇവിടെ ഒരു ഇത് വരയ്ക്കുവാണ്, ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പം ഞാനിത് Ctrl+D കൊടുത്ത്, ഇത് നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ സ്ക്രോൾ ചെയ്യാം അല്ലേ. ഞാനിവിടെ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും. ഓക്കെ, ഇത് ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ട് Ctrl+D പ്രസ് ചെയ്തു. ആൻഡ് ഞാൻ മാറ്റി വെച്ചു. ഓക്കെ, ഞാൻ കുറച്ചധികം കമ്പോണൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ നമുക്ക് കളർ മാറ്റാം. സോ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, ലൈക്ക് നമ്മൾ അതിൻ്റെ എൻഡിലെത്തിന്ന് സ്ക്രോൾ ചെയ്തിട്ട് എൻഡിലെത്തിന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റിൻ്റെ കളർ മാറ്റാം. ഓക്കെ, ഇതെല്ലാവരും ചെയ്തോ?
ഒന്നുമില്ല. ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക ഇതുപോലത്തെ, ആൻഡ് കൺട്രോൾ ഡി പ്രസ് ചെയ്യുക, ആൻഡ് അതിൻ്റെ മേളിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് സൈഡിലേക്ക് കൊണ്ടുവരിക, ആൻഡ് പിന്നെ കൺട്രോൾ ഡി ഞെക്കുവാണെങ്കിൽ ആ ഈക്വൽ സ്പേസിങ്ങിൽ എല്ലാം വരും. വന്നിട്ട് ലാസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ കളർ മാറ്റുക. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞാൽ ഇതിനെ ഓട്ടോ ലേഔട്ട് ഒറ്റ ഫ്രെയിം ആക്കുക. ഷിഫ്റ്റ് എ കൊടുത്താൽ ഇത് ഒറ്റ ഫ്രെയിം ആവും. ഓക്കെ, ചെയ്തു. ഓക്കെ, അഞ്ജലി ചെയ്തു, ആമിന ചെയ്തു. ഓക്കെ, കൃഷ്ണ ചെയ്തു. ഈ ഫ്രെയിം ആക്കുന്നത് മനസ്സിലായോ? ഒന്നുമില്ല, എല്ലാം കൂടി ഇങ്ങനെ സെലക്ട് ആക്കുക, ഷിഫ്റ്റ് എ. ഓക്കെ, മൂവ് ഓൺ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിം എടുത്ത് ഇതിലേക്ക് വെക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു സൈഡിലൊരു ഓപ്ഷൻ കാണും, ക്ലിപ്പ് കോണ്ടന്റ് എന്നും പറഞ്ഞിട്ട്. സോ അതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ കണ്ടെയ്നർ കണ്ടോ, ഈ ബ്ലൂ ബോക്സ് ഉള്ളിലേക്ക് വയ്ക്കുക. ആൻഡ് ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുന്ന വരെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും ചെയ്തോ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഒന്നുമില്ല, ഈ ഫ്രെയിം എടുത്ത് ഇതിലേക്ക് വെക്കുക, ക്ലിപ്പ് കണ്ടന്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് ബ്ലൂ കണ്ടെയ്നർ ഇതിൻ്റെ എത്ര സ്ക്രോൾ നിങ്ങൾക്ക് കാണണം, അതായത് എത്ര ഇതുവരെ വിസിബിൾ ആയിരിക്കണം എന്നുള്ളത് വരെ നിങ്ങളുടെ കണ്ടെയ്നർ സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ബ്ലൂ ബോക്സിന് പറയുന്നതാണ് കണ്ടെയ്നർ. ഓക്കെ, ആമിന ചെയ്തു, അഞ്ജലി ചെയ്തു. സൈഡിൽ ഇച്ചിരി സ്പേസ് കിട്ടോ കേട്ടോ. ഓക്കെ, ഉണ്ട് എന്നാലും. ഓക്കെ 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 ഓക്കെ, ഇത് നമ്മൾ ചെയ്തല്ലോ. ഇനി ഇവിടെ കണ്ടോ, ഇപ്പം നമ്മൾ ഡിസൈനിലാണ് കിടക്കുന്നത്. നമ്മൾ പ്രോട്ടോടൈപ്പിലേക്ക് മാറുക. ആൻഡ് ഒന്നുമില്ല, ഈ നോ സ്ക്രോളിംഗ് മാറ്റി ഹൊറിസോണ്ടൽ സ്ക്രോളിംഗ് ആക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ആൻഡ് നമ്മളിപ്പം ഈ മോഡലുണ്ടോ, ഇതും ഏത് എന്താ പറയുന്നത്, നമ്മൾ ചൂസ് ചെയ്ത വയർ ഫ്രെയിമിൻ്റെ റേഷ്യോയും ഈ ഡിവൈസിൻ്റെ റേഷ്യോയും മാച്ച് ആണോ എന്ന് നോക്കണം. നമ്മൾ നേരത്തെ എടുത്തത് iPhone 14 പ്ലസിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, സോ ഇവിടെയും അതുപോലെ തന്നെ ചൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ വരുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും കാണാൻ. ഇനി നമ്മൾ ഓക്കെ, ഇനി നമുക്കിത് എന്താ പറയുന്നത്, പ്രോട്ടോടൈപ്പ് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഉണ്ടോ, സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ ആണോ? ഇതിൽ ഡൗട്ട്സ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ സ്ലാഷ് നെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാറ്റ് ബബിൾ വരും, ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അടുത്ത് നിന്ന് സംസാരിക്കാം. സ്ലാഷ് നെക്കുവാണെങ്കിൽ ബബിൾ ഓപ്പൺ ആയി വരും. നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ സമയത്തും കമൻറ്റ് ലീവ് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആണോ? ഏത് ഭാഗമാണ് പറയണ്ടേ? ഫുൾ പറയണോ? ഓക്കെ, ഞാൻ ഫുൾ പറയാം. കൃഷ്ണ എവിടം വരെ ചെയ്തു? ഓക്കെ, കൃഷ്ണ ഹെഡർ ഇത് ക്രിയേറ്റ് ചെയ്തല്ലേ? ഓക്കെ, ഒന്നുമില്ല, ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇവിടുന്ന് ഡിസൈനിൽ തന്നെ പോവാം, നമുക്ക് ഇവിടെ മാറ്റാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്തത് ഇപ്പം നിങ്ങൾ ചെയ്യണ്ട, ഞാൻ പറയുന്നത് ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. ഓക്കെ,
അത് നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ഇതൊന്നുമില്ല, ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. എന്താ പറയുന്നത്, ഒരു കാർഡിന്റെ റെപ്രസെൻറ്റേഷൻ ആണെന്ന് വെച്ചാൽ മതി. ഓക്കെ, ഇതിന് നമ്മൾ കൺട്രോൾ ഡി പ്രസ് ചെയ്തു. ഒന്നുമില്ല, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഓർത്ത് വെക്കാൻ പാടാണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് എന്താ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, എന്നാൽ കൺട്രോൾ ഡി തന്നെ ഞെക്കിയാൽ മതി. ഓക്കെ, ഓക്കെ, കൺട്രോൾ ഡി ഞെക്കുമ്പോഴത്തേക്കും ഇത് ഇതാവും, എന്താ ഡ്യൂപ്ലിക്കേറ്റ് ആവും. ആൻഡ് കൺട്രോൾ ഡി എന്നും പറഞ്ഞ് പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എത്ര കമ്പോണൻസ് ഉണ്ടോ അത്രയും കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ അത് കുറച്ചധികം കമ്പോണൻസ് ഉണ്ടാക്കുക, നമ്മളൊരു സ്ക്രോൾ ഉണ്ടാക്കുമല്ലേ, കുറച്ചധികം എലമെന്റ്സ് ഇരിക്കേണ്ട. എന്നിട്ട് ലാസ്റ്റ് എലമെന്റ് നമ്മൾ കളർ മാറ്റുക, ജസ്റ്റ് ലൈക്ക് നമ്മുടെ സ്ക്രോൾ വർക്ക് ആവുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇത്രയും ക്ലിയർ ആണോ കൃഷ്ണ? അല്ലെങ്കിൽ സ്ലാഷ് പ്രസ് ചെയ്തിട്ട് ഒരു യെസ് പറയൂ. ഓക്കെ, ചാറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ, ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും ഇതൊന്നുമില്ല, അത് ഫ്രെയിമും അല്ല, ഒന്നുമല്ല, എന്താ ഒന്നുമില്ല, ജസ്റ്റ് ഇത് വെറും ഗ്രൂപ്പും അല്ല, ഒന്നുമല്ല, ജസ്റ്റ് കുറച്ച് റെക്റ്റാങ്കിൾസ് മാത്രമായിട്ട് റെപ്രസെൻറ്റിങ് സം കമ്പോണൻസ്. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കളർ മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഇവിടുത്തെ സൈഡ് ബാറിൽ പോയിട്ട് ഈ റെക്റ്റാങ്കിൾസിനെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. കാരണം നമ്മൾ ഓരോ കമ്പോണൻസ് പോകുമ്പോഴത്തേക്കും ആ ഒരു ബ്ലൂ എന്താ പറയുന്നത്, ഒരു ഔട്ട്ലൈൻ പോലെ എല്ലാത്തിലും മാറി മാറി വരുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ എല്ലാം സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇതെല്ലാം സെലക്ട് ആവും. ഉണ്ടോ? എല്ലാം സെലക്ട് ആയി. സെലക്ട് ആയി കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് എ എന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോ ലേഔട്ട് ആഡ് ആവും. ഇല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്ലി നിങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ആഡ് ഓട്ടോ ലേഔട്ട് എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. അങ്ങനെയാണേലും ഇത് ഇവിടെ ഓട്ടോ ലേഔട്ട് വരും. ഓക്കെ ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഒരു ഫ്രെയിം, ഇവിടെ ഫ്രെയിം 13 എന്ന് എഴുതി വന്നില്ലേ? സോ അതുപോലെ ഒരു ഫ്രെയിം വരണം. ഓക്കെ, ഇതൊരു ഫ്രെയിം ആയാലേ ഇത് വർക്ക് ആകത്തുള്ളൂ. ഇത്രയും ക്ലിയർ ആണോ? എല്ലാവരും ഫ്രെയിം ഉണ്ടാക്കിയോ? ഓക്കെ, ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രെയിം എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക. ഓക്കെ, ഈ നമ്മുടെ വയർ ഫ്രെയിമിലേക്ക് കയറ്റുക. കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കുറച്ച് ഭാഗം അത് ക്ലിപ്പായി അല്ലേ? ബട്ട് ക്ലിപ്പായിട്ടില്ല. ഈ കണ്ടെയ്നർ ഉള്ളിടത്ത് സാധനങ്ങൾ മൊത്തം കാണിക്കും. ഇത് ജസ്റ്റ് ഫ്രെയിമിൻ്റെ ഔട്ട്സൈഡ് ആയത് കാരണം കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. സോ ഇവിടെ ക്ലിപ്പ് കോണ്ടന്റ് കൊടുക്കുമ്പം കണ്ടെയ്നറിൻ്റെ പുറത്തുള്ള ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, നമ്മൾ ക്ലിപ്പ് കോണ്ടന്റ് കൊടുത്തു. ഇനി നമ്മൾ ഈ കണ്ടെയ്നർ ചെറുതാക്കി ഇവിടം വരെ കൊടുത്തു. ഇത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? തിങ്ക് ഓക്കെ ആണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ യെസ് ഓക്കെ പ്രോട്ടോടൈപ്പിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ ഫ്രെയിം സെലക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഈ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ തന്നെ നോ സ്ക്രോളിംഗ് എന്ന് പറഞ്ഞ് ഓവർഫ്ലോയുടെ ഇപ്പുറത്തൊരു നോ സ്ക്രോളിംഗ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ നോ സ്ക്രോളിംഗ് മാറ്റി ഹൊറിസോണ്ടൽ ആക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇത് ഈ മോഡൽ മാറുവാണെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഭയങ്കര സൂംഡ് ഇൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര സൂംഡ് ഔട്ട് ആയിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള വയർ ഫ്രെയിമിൻ്റെ റേഷ്യോയും ഇതിൻ്റെ റേഷ്യോയും തമ്മിൽ മാച്ച് ആവാത്തതുകൊണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഹൊറിസോണ്ടൽ സ്ക്രോൾ. ഇത് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഈ പ്ലേ ബട്ടൺ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരും. ആൻഡ് ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. കണ്ട സ്വിഗ്ഗിയിലൊക്കെ മെനു വരുന്നതാണ്.
ഓക്കെ ആണോ? ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്തു കൊടുത്തോ? ഇത് 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 വേണ്ട കേട്ടോ, അത് വേണ്ട. ഓക്കെ, ഇത് കറക്കാവേണ്ടതാണ്. ഓക്കെ, ഐ തിങ്ക് കുറച്ച് പേർക്കൊക്കെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉള്ള കാരണം അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മൾ ഡിസൈനിലേക്ക് സ്വിച്ച് ചെയ്യാം. നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റും, പക്ഷെ കുറച്ച് എന്താ ഓപ്ഷൻസ് പ്രോട്ടോടൈപ്പ് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമ്മൾ ഡിസൈനിലേക്ക്, ബാക്ക് ടു ഡിസൈനിലേക്ക് വരിക. ആൻഡ് ഈ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ഈ റെക്റ്റാങ്കിൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ആൻഡ് ഇത് എന്നിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് ഒബ്വിയസ്ലി ഫ്രെയിമിൻ്റെ പുറത്ത് പോകും. സോ ഈ നമ്മുടെ ഫ്രെയിം വലുതാക്കുക, താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി, വലുതാവും. ഓക്കെ, ആൻഡ് ഇത് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവരിക. ഇതിനെ നമുക്കൊരു ഫ്രെയിം ആക്കാം. ഓക്കെ, ഈ ഒരു കമ്പോണന്റ് നിങ്ങൾ അല്ല വേണ്ട, തൽക്കാലം അത് അവിടെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 കണ്ടോ, ഇതിനെ എന്താ പറയുന്നത്, അല്ല നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം, എന്നിട്ട് മാറ്റാം. ഇത് കൺട്രോൾ ഡി ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് ഒരെണ്ണം കൂടെ വെക്കുക. ഓക്കെ, വേണമെങ്കിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം അലൈൻമെന്റ്. തൽക്കാലം നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ഇത് ഈ റെക്റ്റാങ്കിൾസ് എല്ലാം സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഉടനെ അത് ഫ്രെയിമായി. ഓക്കെ, എന്നിട്ട് ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ആൻഡ് ഇത് സെലക്ട് ചെയ്യുന്നു, ഇത് വെർട്ടിക്കലിലേക്ക് സെറ്റ് ചെയ്യുന്നു. വെയിറ്റ്, ഓക്കെ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു സ്റ്റെപ്പ് ചെയ്തായിരുന്നു, ഞാൻ പറയാൻ വിട്ടു. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഇത് കണ്ടോ, ഇങ്ങനൊരു സാധനം വരും. ഇതിൽ പറയുന്നത് സ്ക്രോൾ ചെയ്യണമെങ്കിൽ എന്താ, ഈ കണ്ടെയ്നറിന് പുറത്തിരിക്കണം, എന്നാലേ സ്ക്രോൾ ചെയ്യാൻ പറ്റൂ. ഇതില്ലാതെ ആക്ച്വലി ഇത് വർക്ക് ചെയ്യും ശരിക്കും പറഞ്ഞാൽ. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്രോട്ടോടൈപ്പ് ഇട്ട് നോക്കാം. നോക്കുമ്പോൾ കണ്ടോ, സ്ക്രോൾ ആവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടില്ല, ഹെഡറും അതിൻ്റെ കൂടെ പോവാണ്. അതുപോലെ താഴെ ഈ ഒരു കമ്പോണന്റ് ഇല്ല. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയ്തു ചെയ്തു ചെയ്തു. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു കമ്പോണന്റ്, നമ്മുടെ ഹെഡർ എന്ന് പറയുന്ന കമ്പോണന്റ് എന്താ ചൂസ് ചെയ്തിട്ട് ഫിക്സ്ഡ് എന്ന് കൊടുക്കുക. അപ്പം ഓക്കെ, അത് വർക്കാകത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ആക്ച്വലി ഇത് രണ്ട് കമ്പോണൻസും, അതായത് ഇതൊറ്റ കമ്പോണൻ്റ് ആയിട്ട് മാറ്റാൻ പോവാം. സോ ഇതിനെ രണ്ടിനെ നമ്മളൊരു ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, ഗ്രൂപ്പ് സെലക്ഷൻ. ആൻഡ് ഏറ്റവും താഴത്തെ
ഇതിനെ നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം. ഒന്നുമില്ല, എല്ലാം സെലക്ട് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് ഗ്രൂപ്പ് സെലക്ഷൻ, അല്ല സോറി റൈറ്റ് ക്ലിക്ക് ഗ്രൂപ്പ് സെലക്ഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആൻഡ് പ്രോട്ടോടൈപ്പിലേക്ക് പോവുക, ഇത് സെലക്ട് ചെയ്യുക, ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, ഫിക്സ്ഡ് സ്റ്റേ ഇൻ പ്ലേസ് കൊടുക്കുക. ഓക്കെ, ഇതും ഫിക്സ്ഡ് സ്റ്റേ ഇൻ പ്ലേസ് കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അതങ്ങോട്ട് പോയി. ഫുള്ളി ഡിസപ്പിയർ. ഓക്കെ, വെയിറ്റ്, നമ്മൾ തൽക്കാലം ഈ ഫ്രെയിം എടുത്ത് മാറ്റാം. ഓക്കെ, ഓക്കെ, ഞാനിപ്പോൾ ഇതിനെ എൻ്റെ ഇനീഷ്യൽ ഫ്രെയിം സൈസിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എന്താ പറയുന്നത്, ഓക്കെ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് എന്താ പറയുന്നത്, iPhone 14 Plusന്റെ വേറൊരു വൈ ഫ്രെയിം എടുത്തിട്ട് അതിൽ ഈ കമ്പോണൻസ് എല്ലാം എടുത്ത് വെച്ചാൽ മതി. ഇത്രയും Ctrl+Z അടിച്ചാൽ ഞാൻ അത് തിരിച്ചു പോയത്. ഓക്കെ, Ctrl+Z ഞെക്കുവാണെങ്കിൽ നമ്മൾ ചെയ്ത എല്ലാം ബാക്ക് സ്പേസ് ആവും. ലൈക്ക് ആ ഒരു വെർഷൻ ഹിസ്റ്ററി എവിടെ സ്റ്റോർ ആവുന്നുണ്ട്. സോ നമുക്ക് ബാക്കിലോട്ട് പോവാം. ഇത് നേരത്തെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇത് സ്റ്റിക്ക് ആവുന്നില്ല. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഇവിടെ ചെയ്തില്ലേ, അതേപോലെ നമുക്ക് ഇതും ചെയ്യാം. ഓക്കെ, ഇതിനു മുമ്പ് നമുക്ക് ഇത് രണ്ടും എന്താ പറയുന്നത് ഇവിടെ സ്റ്റിക്ക് ആക്കാം. സോ ഇത് ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. ഗ്രൂപ്പ് ഇതും ഞാൻ ഗ്രൂപ്പ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ഇതിനെ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരിക. Ctrl+D പ്രസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവമാണ്. ഇങ്ങനെ നിരത്തി വെക്കുന്നതിന് പകരം താഴോട്ട് നിരത്തി വെക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഷിഫ്റ്റ് എ ഞെക്കി എന്താ പറയുന്നത് ഒരു ഫ്രെയിം ആക്കി ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വെച്ചു. ഇത് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക. ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എന്താ പറയുന്നത് കണ്ടന്റ് എല്ലാം എന്താ പറയുന്നത് ഡിസപ്പിയർ ആയിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്, ക്ലിക്ക് കോണ്ടന്റ് ആൻഡ് ഈ കണ്ടെയ്നർ നമ്മൾ ചെറുതാക്കുന്നു. നമുക്ക് എത്ര സ്പേസിങ് വിടണോ അത്രയും സ്പേസിങ് വിടാം. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പ്രോട്ടോടൈപ്പിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഇതിനെ വെർട്ടിക്കൽ സ്ക്രോൾ ആക്കുന്നു. ഇനി നമുക്ക് നോക്കാം വർക്കായോന്ന്. യെസ്, വർക്കായി. ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പാണ്. ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നതിന് പകരം താഴോട്ടാക്കുക ആൻഡ് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ സ്ക്രോൾ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം എന്താ പറയുന്നത് വെർട്ടിക്കൽ സ്ക്രോൾ സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ കളറൊക്കെ മാറ്റാൻ ഞാൻ മറന്നുപോയി. ബട്ട് ഓക്കെ, ഇതിൻ്റെ കളർ മാറ്റാം നമുക്ക്. പ്രോട്ടോടൈപ്പ് കാണിക്കണോ? സൂം ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, അവിടെ ഓക്കെ ആണല്ലോ എൻ്റെ അതിൽ. അത് ഇതായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഏതാ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ. ഷോ പ്രോട്ടോടൈപ്പ് സെറ്റിംഗ്സ് നോക്കിയിട്ട് ഇവിടെ ഏതാ സെറ്റ് ചെയ്തേക്കുന്നത് നോക്കിയേ. iPhone 14 Plus ആണോ നോക്കിയേ. അതുകൊണ്ടായിരിക്കും വരുന്നത്. എൻ്റെതിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്, രണ്ടും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അവനെ ചെയ്തത് കറക്റ്റാണ്.
ഓക്കെ, നമുക്കിനി ഇത് നമ്മൾ കളർ മാറ്റി വന്ന് നോക്കാം. വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിത് രണ്ടും കംപ്ലീറ്റഡ്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay. നിങ്ങൾ ഈ ഗ്രൂപ്പിങ്ങിന്റെ കാര്യം മറക്കല്ലേ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരു സ്ക്രീനൊക്കെ ചെയ്യുമ്പോൾ അത് വർക്കാവും, പക്ഷെ ഒരു വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് വരും. ലൈക്ക് ഇങ്ങനെ താഴത്തെ ഈ സംഭവമൊക്കെ ലൈക്ക് എല്ലാ സ്ക്രീനിലും റെപ്പിറ്റീഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ നമ്മളൊരു കമ്പോണന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നിലും കൊടുത്താൽ മതി. ലൈക്ക് കമ്പോണന്റ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിലുള്ള എല്ലാം മാറും, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് അത് വർക്ക് ഫ്ലോ എന്താ പറയുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആവും. ഓക്കെ, അതൊന്നും നിങ്ങളിപ്പം നോക്കണ്ട. ഇപ്പം ഈ സിമ്പിൾ സാധനങ്ങളൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ലൈക്ക് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു സ്ക്രീനിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. കൺട്രോൾ-D. ഈ രണ്ട് കമ്പോണൻസ് ഞാൻ എടുത്ത് മാറ്റുക. ഓക്കെ, ആൻഡ് സപ്പോസ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയുന്നത് ഒരു എന്തെങ്കിലും ആയിരിക്കും, ലൈക്ക് ഒരു എന്താ അതിനെക്കുറിച്ചുള്ള ഒരു എബൌട്ട് പേജ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ ഞാൻ എന്നൊരു റാൻഡം പേജ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് സംവാട്ട് എന്തോ ഒരു ബയോ പേജ് ഇത് തന്നെ ഞാൻ താഴെയും എടുത്തു. ഓക്കെ, ഇത് വെറും റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ. സോ ലൈക്ക് ഇത് ഇതുപോലെ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഇത് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതുപോലത്തെ ഒരു സ്ക്രീൻ ഉണ്ടാക്കും എല്ലാവരും. ഉണ്ടാക്കണമെന്നില്ല, വേണേൽ ഇത് തന്നെ എടുത്ത് വെച്ചാലും മതി. ഓക്കെ, ഇനി നമ്മൾ പ്രോട്ടോടൈപ്പിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഇപ്പോൾ നമുക്കിവിടെ കണ്ടോ ഈ ഓരോ പ്ലസ് ആരോ ഒക്കെ കണ്ടോ? ഈ പ്ലസ് ആരോ കാണിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ഓരോ എന്താ പറയുന്നത് ഓരോ ആരോസ് വരയ്ക്കാന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഞാൻ പറയാണ്, എനിക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ എലമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റിൽ നിന്ന് ഇവിടെ ഇപ്പോൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കാരണം ഫുൾ ഗ്രൂപ്പ് സെലക്ട് ആവും. ബട്ട് അത് ആവാതെ നോക്കണം, അല്ല ആവാതെ അത് ശ്രദ്ധിക്കണം. ആൻഡ് ഈ ഒരു ഐക്കണിൽ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഈ സ്ക്രീനിലോട്ട് പോകണം. ഓക്കെ, ആൻഡ് ഡിസോൾവ് കൊടുക്കാം. ലൈക്ക് കണ്ടോ ഈ ഒരു ആനിമേഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. ഇങ്ങോട്ട് ഓക്കെ, ആൻഡ് ഞാൻ ഇത് കണ്ടോ ഈ ഫസ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് സ്ക്രീനിലേക്കും പോകണം. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും ചെയ്യാവോ?
ഇനി നമ്മളിവിടെ പോയിട്ട് നോക്കുവാണെങ്കിൽ ഓക്കെ പോയി നോക്കുവാണെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കണ്ടോ ആ സ്ക്രീൻ വരും. ഈ സ്ക്രീൻ ഞാൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ ആ സ്ക്രീൻ വരും. ഫ്ലോ 1 ചെയ്തുകൊണ്ടിരിക്കുക. ഫ്ലോ 3 ഓ പ്രിറ്റി ഫാസ്റ്റ്. ഞാനാണ് ഫ്ലോ 3 ചെയ്തത്. ഓ ആമിന ഓക്കെ അടിപൊളി. ഓക്കെ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രീൻസും വരുന്നത്. ഇതിനെ ഒബ്വിയസ്ലി ലൈക്ക് ഞാൻ കാണിച്ച ടുഡു ആപ്പിൽ ഭയങ്കര എല്ലാ സ്ക്രീൻസും ഒക്കെ എന്താ പറയുന്നത് ഭയങ്കര ലേ ഔട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും, കോമ്പാക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അത് കമ്പോണൻസും അതുപോലെ വേരിയൻസ് ഒക്കെ വെച്ചിട്ട് അത് ചെയ്യും. ഇപ്പോൾ നമുക്കത് പറയാനുള്ള ഇതില്ല. ലൈക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പം ആലോചിക്കണം. ലൈക്ക് അത് ഫിഗ്മയായിട്ട് ഫെമിലിയർ ആയിട്ട് പതുക്കെ പതുക്കെ അതൊക്കെ പഠിച്ചു നോക്കിയാൽ മതി. ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഞാൻ ലാസ്റ്റ് പറഞ്ഞൊരു മോഡൽ ഉണ്ടാക്കുന്നതിന് ഞാൻ കൂടെ കാണിക്കാം. ഓക്കെ സോ ബാക്കി എല്ലാവരുടെയും അവസ്ഥ എന്താണ്? ഫ്ലോ 1 ഫ്ലോ 2 ഫ്ലോ 3 ഒക്കെ ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതിൽ? പ്രിറ്റി സിമ്പിളാണ്. ഇത് രണ്ടും ഒരു സിമ്പിൾ സാധനമാണ്. ഇതുപോലെ ഇത് നമുക്ക് ടെസ്റ്റിങ്ങിന് ആക്ച്വലി ഉപയോഗിക്കാം കേട്ടോ, ഒരുപാട് നന്നായിട്ട്. കാരണം ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ഐഫോണിൽ ആക്ച്വലി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഹെഡറിന് എഴുതിയേക്കുന്ന ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് വിസിബിൾ ആകത്തില്ല. ഇവിടെ ഇങ്ങനെ കണ്ടോ കട്ട് ഓഫ് ആവും. സോ അതിനനുസരിച്ച് നമുക്ക് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ മാറ്റാം. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. ഓക്കെ ഇനി നമുക്ക് ഒരു മോഡലും കൂടെ ഉണ്ടാക്കിയാൽ ഈ ക്ലാസ് ഏകദേശം കംപ്ലീറ്റ് ആവും. ഓക്കെ പിന്നെ നമ്മുടെ എൻഡിങ് വേർഡ്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഈ ബൂട്ട് ക്യാമ്പിന്റെ ഒരു സമാപനം എന്താ നടത്താം. ഓക്കെ ഒരു മോഡൽ ഉണ്ടാക്കാൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്മോൾ റെക്റ്റാങ്കിൾ വരയ്ക്കുക. ആൻഡ് ഈ റെക്റ്റാങ്കിൾ ഇതിനെക്കാട്ടി ചെറുതാകണം. ഓക്കെ ലൈക്ക് ഈ സ്ക്രീനിന്റെ വിഡ്ത്തിനെക്കാട്ടി വലുതാവരുത്. ഓക്കെ നമുക്ക് കുറച്ചുകൂടെ വലുതാക്കാം. ആൻഡ് ഇതിൽ നമുക്ക് കുറച്ചുകൂടെ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഇതും എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. ഓക്കെ ഒരു സർക്കിൾ ഞാൻ ആദ്യം വരയ്ക്കാം. ഓക്കെ ആൻഡ് ഇതിൻ്റെ കളറ് കുറച്ചുകൂടെ ഡാർക്ക് ആകാം. വെയിറ്റ് ഞാനൊരു റെക്റ്റാങ്കിൾ ആണോ വരച്ചത്? ഓക്കെ റെക്റ്റാങ്കിൾ അല്ല, ഫ്രെയിം വരയ്ക്കണം. എഫ് പ്രസ് ചെയ്യണം. എഫ് പ്രസ് ചെയ്തിട്ട് വരയ്ക്കണം. ഉണ്ടോ ഫ്രെയിമാണ് വരയ്ക്കേണ്ടേ, റെക്റ്റാങ്കിൾ അല്ല. ഓക്കെ കുറച്ചുകൂടെ വിട്ട് കൂട്ടാം. ഇതൊക്കെയാണ്. ഇനി ഇതിൽ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു, നമ്മൾ ഇത് വരയ്ക്കുന്നു. ഓക്കെ ഇതെന്തേലും ഐക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആൻഡ് നമ്മൾ ടെക്സ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് കുറച്ച് റെക്റ്റാങ്കിൾസും കൂടി ഇടുന്നു. ഭയങ്കര റാൻഡമായിട്ട് ചെയ്യുവാണെങ്കിൽ എന്നാൽ അർത്ഥമില്ല ഇല്ല. ഓക്കെ കുറച്ചുകൂടെ നീറ്റാക്കാം.
ഓക്കെ. സോ ഇതൊരു റെപ്രസെൻറ്റേറ്ററി മോഡലാന്ന് വെച്ചോ. ഓക്കെ, മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോപ്പപ്പായി വരുന്നതിനാണ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഒരു ഐക്കൺ കൂടെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്നുകൂടെ വരയ്ക്കുക. ഓക്കെ, ഇത് തൽക്കാലം നമുക്ക് എന്താ പറയുന്നത്, ഒരു ക്ലോസ് ബട്ടൺ അങ്ങനത്തെ രീതിയിൽ വിചാരിച്ചാൽ മതി. അങ്ങനെ ഒന്നുകൂടെ ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്ത് സെറ്റപ്പ് ആക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡൽ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോഡൽ പ്രോട്ടോടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ മൊഡാൽ വരേണ്ടത് ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ മൊഡാൽ വരണം. സോ നമ്മൾ ഇവിടുത്തെ പ്ലസ് ഐക്കണിൽ നിന്ന് ഇങ്ങോട്ടൊരു ഇൻട്രാക്ഷൻ കൊടുക്കുവാണ്. സോ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓക്കെ. നമുക്ക് ഇതിൽ എന്താ പറയുന്നത്, പ്രസ് ചെയ്തിട്ട് ആഡ് ഇൻട്രാക്ഷൻ കൊടുക്കുക. ആൻഡ് ഓൺ ക്ലിക്ക് വെയിറ്റ് ഇത് 27. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഷോ പ്രോട്ടോടൈപ്പ് സെറ്റിങ്സ് ഇതിൽ പോയിട്ട് ഓക്കെ ഓക്കെ, ഇതിൽ പോയിട്ട് ഇതെന്തായി സംഭവിക്കുന്നത്? ഈ ഫ്രെയിമിനെ സെലക്ട് ചെയ്യണേ. ഓക്കെ, ഫ്രെയിമിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ടാപ്പ് നൺ എന്ന് കാണിക്കും. ഈ നൺ മാറ്റിയിട്ട് ഓപ്പൺ ഓവർലേ എന്ന് കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ഓവർലേ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, ഒരു നിമിഷത്തേക്ക് എനിക്കൊരു ഹെഡേക്ക് വന്നു. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞുതരാം, ഇത് ഡിലീറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇതുപോലത്തെ എന്താ പറയുന്നത്, ചില സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ബട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഒന്നും എല്ലാം എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നില്ല. ലൈക്ക് എന്താ പറയുന്നത്, നമ്മൾ കോഡ് ചെയ്യുന്ന കണക്കൊക്കെ തന്നെയാണ്. കോഡ് ചെയ്യുമ്പോഴും നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്. സോ അങ്ങനെ ലൈക്ക് ഫിഗർ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു ഇൻട്രാക്ഷൻ കിടപ്പുണ്ട്, അത് നമ്മളെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ഇവിടുന്ന് ഈ പ്ലസ് ഐക്കണിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, കൊണ്ടുപോയിട്ട് ഓൺ ടാപ്പ് ഇവിടെ നാവിഗേറ്റ് ടു എന്നാണ് കിടക്കുന്നത്. നാവിഗേറ്റ് ടു മാറ്റിയിട്ട് ഓപ്പൺ ഓവർലേ കൊടുക്കുക. ഓക്കെ, ആൻഡ് ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് വെൻ ക്ലോസിങ് ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ ഞാൻ ഇത് നമുക്ക് പിന്നെ ചെയ്യാം. തൽക്കാലം ഇത് നിങ്ങൾക്ക് നമ്മുടെ പ്രോട്ടോടൈപ്പിൽ ഇത് ആയോ എന്ന് നമുക്ക് നോക്കാം. ലൈക്ക് ഇത് റിയൽ ടൈം പ്രോട്ടോടൈപ്പിൽ അപ്ഡേറ്റ് ആവും കേട്ടോ. ഫ്ലോ ടു എൻ്റെ അല്ലേ? ഓക്കെ, ഫ്ലോ ടു എൻ്റെ. നമ്മൾ ഇവിടെ പോകുന്നു, ഇതിൽ പ്രസ് ചെയ്യുന്നു, കണ്ടോ? ഓവർലേ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ വരും. പക്ഷേ ഇതിൽ ഒരുപാട് റീഡബിലിറ്റി ഇഷ്യൂസ് ഉണ്ടല്ലേ, ഈ ബാക്കിലുള്ളത് ഇങ്ങനെ കിടക്കുന്ന കാരണം. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാം. ആഡ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇതിൻ്റെ പെർസെൻറ്റേജ് നമ്മളൊരു 50 ആക്കുക. 50% ഒപ്പാസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണ്ടോ? ഇപ്പം ഇവിടെ ഒരു ഇത് വന്നു. ഇനി നമുക്ക് എന്താ പറയുന്നത്, ഇതിലെ ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ആവാനുള്ള ഓപ്ഷനും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അതും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബാക്കിലോട്ട് പോകും. കണ്ടോ? ഇത്രയും മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എനിക്കും ഇടയ്ക്ക് എൻ്റെ ഒരു ഇത് പോയി. ബട്ട് ഓക്കെ,
ഓക്കെ. ഇത് ഓൺ ഡ്രാഗ് അല്ലേ? ഓൺ ക്ലിക്കാണ്. ഓൺ ടാപ്പ് കൊടുക്കണം. സോ ഈ ടാപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഇപ്പം നമ്മൾ ഈ ഒരു മൊഡാൽ ഇതൊരു മൊഡാലാണ്. ഓക്കെ. സോ ഇവിടെ കൊടുത്തേക്കുന്ന എൻഡ് ഇന്ററാക്ഷൻ വരുമ്പോഴത്തേക്കുമാണ്. അപ്പം നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന അതിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കുള്ള. അതുപോലെ പല പല സാധനങ്ങളുണ്ട്. ഓൺ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഹവർ ചെയ്യുന്ന പറയുമ്പോൾ മൗസിന്റെ കേഴ്സർ കൊണ്ട് അതിന്റെ മേളിൽ വെക്കുമ്പോൾ എന്ത് പറ്റണം? പ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റണം? അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഇതിൽ. ഓക്കെ. സോ ഇത് ഓൺ ടാപ്പിൽ വെക്കണം. ഇപ്പം നമ്മൾ ചെയ്തത് ഓൺ ടാപ്പ് വെച്ചിട്ടാണ്. ഓക്കെ. ഓക്കെ. നിങ്ങൾ ഏകദേശം എല്ലാവരും കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഇത് ഇതിൽ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുക്കാം. ഇതൊന്നും ചെയ്യണ്ട. ഇത് ജസ്റ്റ് നാവിഗേറ്റ് കൊടുത്താൽ മതി. ഓക്കെ. നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കാം എങ്ങനെ അവസ്ഥയെന്ന്. കണ്ടോ? അത് ക്ലിക്ക് ആയപ്പോഴത്തേക്കും അത് ക്ലോസ് ആയി. സോ ഇങ്ങനെ ഇത്രയും ഇത് ബേസിക് സാധനങ്ങളാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഓരോ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓരോ സണ്ണും മൂണിനെയൊക്കെ ആനിമേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ബട്ട് അത് പതുക്കെ പതുക്കെ പഠിച്ചാൽ മതി. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഗായ്സ്? ഉണ്ടെങ്കിൽ ചാറ്റിലിടാം. ഓക്കെ. എല്ലാവരും ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഓക്കെ. ഐ തിങ്ക് ഇന്നത്തെ സെഷൻ കൊണ്ട് എന്താ പറയുക, നിങ്ങളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും യുഐൻ്റെ UXൻ്റെ. അപ്പോൾ ഞാൻ ലൈക്ക് ഒരു റിസോഴ്സസ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു ഡോക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ആൻഡ് ഇതിൽ കുറച്ച് എന്താ പറയുന്നത് റിസോഴ്സസ് ഉണ്ട് ബേസിക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഒരു സാധനം കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഇത് സോറി. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കോഴ്സറയിൽ നമുക്ക് ഫൈനാൻഷ്യൽ എയ്ഡ് കിട്ടും. ലൈക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാം. ലൈക്ക് നമ്മളൊരു essay കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ ആ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് നോക്കാതിരിക്കരുത്. ഓക്കെ. ഇത് ഞാൻ ചാറ്റിലിടാം. ഓക്കെ. എല്ലാവരും സേവ് ചെയ്ത് വെച്ചോ. ഇതിനെപ്പറ്റി നിങ്ങളെല്ലാവരും ഇപ്പോഴും ചെയ്യുവാണെന്ന് പറഞ്ഞൂടാ. ഒരു 2 സെക്കൻഡേക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ഓക്കെ. എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ. ഇത് എന്താ പറയുന്നത്, ലൈക്ക് ഇതും ഒരു ജനറൽ ഇതാണ്. ആൻഡ് ജനറൽ ഇതാണെന്നല്ല, ജനറൽ റിസോഴ്സസ് ആണ്. അത്ര ഡീപ്പായിട്ട് പോകുന്നൊന്നുമല്ല. ആൻഡ് ഇതിൽ എന്താ പറയുന്നത്, ഈ ഈ ബ്ലോഗ്സും അതുപോലെ ഈ കമ്പനീസും ഒക്കെ ഭയങ്കര എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഈ നെൽസൺ നോർമൻ എന്ന് പറയുന്നത് എന്താ പറയുക ഫൗണ്ടേഷൻ ഓഫ് UX ഇട്ട ആൾക്കാരെന്നാണ് നെൽസൺ നോർമൻ പറയുന്നത്. സോ ഇവരുടെ ആർട്ടിക്കിൾസ് ഒക്കെ ഭയങ്കര വാസ്റ്റ് ആണ്. നമുക്ക് വായിച്ചാലും തീരില്ല, അതുപോലുണ്ട്. ബട്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇച്ചിരി നോക്കിയാൽ മതി. വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ബോർ അടിക്കൂല. ലൈക്ക് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം കേസ് സ്റ്റഡിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. സോ അത് എന്താ പറയുന്നത്, അത് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. ലൈക്ക് അത് നമുക്ക് ചുമ്മാ നോക്കാം. കണ്ടോ? ആൻഡ് ഇത് വളരെ
എന്താ പറയുന്നത്, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസാണ്. കണ്ടോ? ഇതിൽ പോയാൽ നമുക്ക് ഇതിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ? ഇതിലിവർ ഓരോ കോഴ്സ്, അതായത് ഓരോ എന്താ പറയുന്നത്, തിയറി ബിറ്റ് ആയിട്ട് ഇങ്ങനെ വരും. സോ അതിൻ്റെ സ്റ്റോറി പോലെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. സോ ഇത് നിങ്ങൾ ഒരു ദിവസം എടുത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ഒരു ഡിസൈൻ ആയി ഡെവലപ്പ് ചെയ്യാന്ന് പറയത്തില്ലേ, അപ്പോൾ അത് വരും. ഓക്കെ, അത് ഒന്ന്. പിന്നെ ഫിഗ്മ, ഈ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് അൻഷ് മെഹ്റ എന്ന് പറയുന്ന ഒരാളുടെ പ്ലേലിസ്റ്റ് ആണ്. ഇങ്ങനെ ലൈക്ക് ദിസ് ഗൈ ഇസ് വെരി ഫേമസ്. ഒരു ലിങ്ക്ഡിനിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ഇങ്ങനത്തെ കോഴ്സ് ഭയങ്കര കണ്ടന്റ് ഇൻറ്റൻസ് ആണ്. ലൈക്ക് കുറേ കണ്ടന്റ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു ഫിഗ്മ കോഴ്സ് കാണുന്ന കണക്കല്ല. ലൈക്ക് ഇത് ഭയങ്കര ഡീറ്റെയിൽ ഡെപ്തിൽ പറഞ്ഞുതരും. സോ ഇത് ഐ റെക്കമെൻഡ്. ഓക്കെ. ആൻഡ് ഇത് ഫ്രെയിമറിൻ്റെ ഒരു കോഴ്സാണ്. ഫ്രെയിമർ എന്ന് പറയുമ്പോൾ ഫിഗ്മ തന്നെ, ലൈക്ക് ബട്ട് ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ലൈക്ക് ഞാനിപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ബട്ട് അത് എനിക്കൊന്ന് ലോഗൗട്ടേക്ക് കിടക്കുവാണ്. ഫ്രെയിമറിൽ ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഫിഗ്മ ഡിസൈൻസ് നമുക്ക് ഫ്രെയിമറിലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് പബ്ലിഷ് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഇതുപോലെ ഡൊമൈൻ പോലെ ആയിട്ട് വരും. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ഫിഗ്മയിൽ പ്രോട്ടോടൈപ്പ് ചെയ്ത കണക്ക് തന്നെ ഫ്രെയിമറിലും ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഗൂഗിളിൻ്റെ ഒരു UX ഡിസൈൻ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും വേണമെങ്കിൽ. ഓക്കെ, എന്താ പറയുന്നത്, ഫൈനാൻഷ്യൽ എയ്ഡിന് അപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ഇതിൽ 7 കോഴ്സ് ഉണ്ട്. ഇത് സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അതിൻ്റെ ഫുൾ ABCD അറിയാൻ പറ്റും. ആൻഡ് ഇത് ഫോൺസിന് വേണ്ടിയിട്ടാണ്. ഇതിൽ പോയാൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ഫോണ്ടിൻ്റെ ഇതിൻ്റെയൊക്കെ അറിയാൻ പറ്റും. ലൈക്ക് കാണാൻ ഭംഗിയുള്ള ഫോണ്ടൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ടൈപ്പ് വുൾഫ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് വുൾഫിൻ്റെ എന്താ പറയുന്നത് ഓരോ ഫോൺസ് ആണ്. ബട്ട് ഒബ്വിയസ്ലി എല്ലാം ഒന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലതൊക്കെ പെയ്ഡ് ആയിരിക്കും. ബട്ട് ഐ തിങ്ക് ഇത് മോസ്റ്റ് ഓഫ് ഇതും ഫ്രീ ആണ്. ഓക്കെ. ആൻഡ് ഈ ഒരു ഇത് ഗിറ്റ്ഹബിൻ്റെ ആണ്. ഇത് ഗിറ്റ്ഹബിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മോണ സയൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലോക്കൽ ഇതിൽ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു ഇതാ, എന്താ പറയുന്നത്, ഫോണ്ടാണ്. ഇപ്പം ഞാൻ ഇത് എഴുതുക, എന്താ ഇതിൻ്റെ പല വേരിയേഷൻസും ഉണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ പോയിട്ട് ആൻഡ് ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഫിഗ്മ വെബിൽ കിട്ടൂല, എന്താ പറയുന്നത്, ആപ്പിലെ കിട്ടും ഡെസ്ക്ടോപ്പിലാണെങ്കിൽ. സോ ഇതിൻ്റെ എക്സ്പാൻഡഡും കണ്ടൻസ്ഡും അതുപോലെ നോർമലുമാണ് ഞാൻ എന്താണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോണ്ടാണ്. നല്ല ഭംഗിയുള്ള, അത്യാവശ്യം കാണാൻ വൃത്തിയുള്ളൊരു ഫോണ്ടാണ്. സോ അത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് ഇത് പെറിയോങ്ങിൻ്റെ പോർട്ട്ഫോളിയോ ആണ്. ഒരു എന്താ പറയുക, ഭയങ്കര മിനിമലിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് ഇതൊരു ആർട്ടിക്കിളാണ്, ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. ആൻഡ് ഇത് ഇത്രയും കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് മ്യൂറോൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് അറിയായിരിക്കും. ആൻഡ് ഡിസൈൻ ഡ്രഗിൻ്റെ എന്താ ഡിസൈൻ ഡ്രഗിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവത്തില്ല. വേറൊരു ഡിസൈനർ ഉണ്ട്, ക്രെഡ് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ? ക്രെഡ് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു എന്താ പറയുക കമ്പനിയാണ്. ഓക്കെ, കേട്ടിട്ടുണ്ട്. ക്രെഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസൈനറിൻ്റെ എന്താ കമ്മ്യൂണിറ്റിയാണിത്. സോ പുള്ളി ഭയങ്കര അടിപൊളിയാണ്. അതുൽ കോല എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ പോർട്ട്ഫോളിയോയും നല്ല രസമാണ് കാണാൻ. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളെന്തായാലും ക്ലാസ് കഴിഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് ഇച്ചിരി ബട്ട് കുറച്ച് ലോഡാവാൻ പാടാണ്. നല്ല എന്താ പറയുന്നത്, ഇൻറ്റൻസ് ആയിട്ടുള്ള ഗ്രാഫിക് ഇൻറ്റൻസ് ആണ്. ഇത് കണ്ടോ, ഇത് ഫ്രെയിമറിൽ ചെയ്തിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതുപോലത്തെ വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രെയിമറിൽ ചെയ്തിട്ട് ഈ ഡൊമൈൻ നിങ്ങൾക്ക് ഫ്രെയിമറിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടോ, സെക്കൻഡ് മാത്സ് ബട്ട് ദർ ഇസ് വൺ ഇക്വേഷൻ ഐ നെവർ ഗെറ്റ് റോങ്. സോ ഈ ലാൻഡിങ് പേജ് തന്നെ ഭയങ്കര എക്സ്ട്രാവഗൻ്റ് ആണ്. പക്ഷേ ഇത്
കണ്ടോ പെറി വാങ്ങിന്റെ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിരുന്നു. ഈ പുള്ളിയുടെ ഭയങ്കര ബോൾഡ് ആണ്. ലൈക്ക് എന്താ പറയുന്നത്, കുറെ കളേഴ്സും കുറെ മോഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. സോ ഓരോരുത്തരുടെയും ഓരോ സ്റ്റൈലാന്ന് വേണേൽ പറയാം. ഇതൊക്കെ വേണ്ടിയിട്ടെല്ലാം പുള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബ്ലോഗ് എഴുതുന്നു, വർക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വർക്ക്. ഓക്കെ, വർക്ക് എവിടെ പോയി വർക്ക്? ഓക്കെ, ഇതാണ് വർക്ക്. ഓ, ഇത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, സോ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ച് നോക്കാം. ഇതും ഞാൻ ആഡ് ചെയ്തേക്കാം. സോ ഇറ്റ്സ് അപ് ടു യു, ലൈക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ഈ പെരിവാങ്ങിൻ്റെ പോലത്തെ സിമ്പിൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെ അതുൽ കോലേൻ്റെ പോലെ എന്താ ഖോലേൻ്റെ പോലെ എക്സ്ട്രാ വാഗൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ അത് രണ്ടും നേടിയിട്ടുണ്ട്. ആൻഡ് ഈ കമ്മ്യൂണിറ്റീസിലൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുക. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് അതുപോലെ ചാലഞ്ചസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ആവും അങ്ങനെ. ഓക്കെ, ഒരുപാട് ആളുകളെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ആൻഡ് ഇതെല്ലാം ഓക്കെ, ഇവിടെ ഞാൻ ഒരു ഡിസൈൻ ഇട്ടിട്ടുണ്ടല്ലേ, അല്ല ഇപ്പം ആഡ് ചെയ്ത. ഓക്കെ ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ലൈക്ക് ഇതെല്ലാം ലൈക്ക് ഒരു ക്ലാസിക് യു എക്സിൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ. UI UX വോൾട്ട്, UX കളക്റ്റീവ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ ചുമ്മാ ഫ്രീ ടൈമിൽ എടുത്ത് വെച്ച് നോക്കുക. ആൻഡ് ലോസ് ഓഫ് UX എല്ലാം ഉണ്ട്. എനിക്കൊന്ന് ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ റിസോഴ്സസും ഇതിലുണ്ട്. ആൻഡ് ഓക്കെ, ഇനി നിങ്ങളാണ് ഫർദർ ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്താ പറയുന്നത്, ഒരു ബേസിക്സ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യല്ലേ. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ഡിസൈൻ പ്രസൻറ്റേഷൻ പോലെ വല്ലതും വെക്കാം ലെസൺ. പ്രോജക്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രസൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ 3 ടാസ്ക് കൊടുത്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അല്ല സ്പ്ലിറ്റ്. ഞാൻ ഒന്ന് നോക്കണേ അത്. എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം കുറേ ടാസ്കുകൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ആ ഡോക്യുമെന്റേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കി. എങ്ങനെയാ, എക്സാം ഒക്കെ വരുന്നുണ്ടോ അതോ എങ്ങനെയാ? സീരീസ് ഒന്നാണല്ലേ. ഐ തിങ്ക് ഒരു 10 days ടൈം കൊടുക്കാം. ഇനി ടാസ്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഈ ടാസ്ക് മാത്രമാണെങ്കിൽ ഓക്കെ, ഒരു വീക്ക് മതി. ഇനി ടാസ്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്, കുറച്ചുകൂടെ ടൈം കൊടുത്താൽ നല്ലതായിരിക്കും. ആ ഓക്കെ, ശരി, താങ്ക് യു ഗൈസ്.